ഇത് മലങ്കരയുടെ സൂര്യ തേജസ്. 91 വർഷവും 361 ദിവസവും ഈ ഭൂമിയിൽ ജീവിച്ച് കേരളത്തെ ധന്യമാക്കിയ പുണ്യപുരുഷൻ. കേരളത്തിലെ സുറിയാനി സഭകളിൽ ഏറ്റവും കൂടുതൽ കാലം മേൽപ്പട്ടക്കാരനായിരുന്ന് സർവകാല റെക്കോർഡിട്ട മഹാചാര്യൻ. പൗരസ്ത്യ കാതോലിക്കയും മലങ്കര മെത്രാപ്പൊലീത്തയുമായിരുന്ന മോറാൻമാർ ബെസേലിയോസ് മർത്തോമാ മാത്യൂസ് ദ്വിതീയൻ ബാവ. ഇത് ദേവലോകം അരമന. ഇവിടെ വെച്ചാണ് 2006 ജനുവരി 26 മലങ്കര സഭയുടെ സൂര്യ തേജസ് അസ്തമിച്ചത്. അന്ന് വൈകുന്നേരം 5:18 മോറാൻമാർ ബെസേലിയോസ് മർത്തോമാ മാത്യൂസ് ദ്വിതീയൻ ബാവ കാലം ചെയ്ത് തന്റെ ജനത്തോട് ചേർന്നു. ഇത് ഈപ്പൻകുന്ന്. ദൈവം സൗന്ദര്യം വാരിച്ചൊരിഞ്ഞുകൊടുത്ത ശാസ്താംകോട്ട കായലിന്റെ തലോടലേറ്റ് കിടക്കുന്ന പുണ്യഭൂമി. നഗരത്തിരക്കുകളിൽ നിന്നൊഴിഞ്ഞുമാറി ശാന്തിയുടെ സാമ്രാജ്യമായി നിലനിൽക്കുന്ന ഈ പുണ്യഭൂമിയിലാണ് മലങ്കരയുടെ സൂര്യ തേജസ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. 2006 ജനുവരി 26 കാലം ചെയ്ത പൗരസ്ത്യ കാതോലിക്കയും മലങ്കര മെത്രാപ്പൊലീത്തയുമായിരുന്ന മോറാൻമാർ ബെസേലിയോസ് മർത്തോമാ മാത്യൂസ് ദ്വിതീയൻ ബാവയെ ജനുവരി 28 കബറടക്കിയത് ഈപ്പൻകുന്നിലാണ്. 10,000ങ്ങളുടെ യാത്രാവന്ദനം ഏറ്റുവാങ്ങി ഈപ്പൻകുന്നിലെത്തിയ ആ പരിശുദ്ധ പിതാവിന്റെ ഭൗതിക ശരീരം കുന്തിരിക്കം കൊണ്ട് മൂടി മനുഷ്യദൃഷ്ടികൾക്ക് അഗോചരമാക്കിയത് ഇവിടെയാണ്. തന്റെ ജീവിതകാലത്ത് പരിശുദ്ധ പിതാവ് സ്വയം തിരഞ്ഞെടുത്ത അന്ത്യവിശ്രമ സ്ഥലമാണ് ശാസ്താംകോട്ടയിലെ ഈപ്പൻകുന്ന്. അവിടെ താൻ പണിയിച്ച മാർ ഏലിയ ചാപ്പലിൽ തന്നെ കബറടക്കണമെന്ന് പരിശുദ്ധ പിതാവ് നിർദ്ദേശിച്ചിരുന്നു. ആ നിർദ്ദേശം മാനിച്ച പരിശുദ്ധ സഭ പരിശുദ്ധ പിതാവിനെ അദ്ദേഹം ആഗ്രഹിച്ച സ്ഥാനത്തു തന്നെ കബറടക്കി. ശാസ്താംകോട്ട ഒന്നാമത് അഗണ്യമായൊരു സ്ഥലമായിട്ട് കിടക്കുകയായിരുന്നു. ആ സ്ഥലം ഞാൻ അവിടെ പോയി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇപ്പോൾ അവിടെ പല സ്ഥാപനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അന്യ സ്ഥലത്ത് എന്നെ പോലെ ബലഹീനതൻ അവിടെ പോയി വിശ്വസിക്കുകയാണെങ്കിൽ ആ സ്ഥലവും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വളരാനും ഉയരാനും സാധിച്ചേക്കുമെന്നുള്ള പ്രത്യാശയാണ് എൻ്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് പല സ്ഥലത്തും ഉയരണമെന്നുള്ള ആഗ്രഹമാണ് എൻ്റെ മനസ്സിനകത്തുള്ളത്. 9 പതിറ്റാണ്ടിലധികം നീണ്ട തന്റെ ഇഹലോക ജീവിതം മുഴുവൻ താൻ സേവിച്ച മലങ്കര സഭയുടെ ആസ്ഥാനത്ത് വെച്ച് ക്രിസ്തീയമായ പ്രത്യാശയോടും മുന്നൊരുക്കത്തോടും കൂടി തന്റെ സ്വർഗീയ പിതാവിന്റെ സന്നിധിയിലേക്ക് പരിശുദ്ധ പിതാവ് വാങ്ങിപ്പോയി. മോറാൻമാർ ബെസേലിയോസ് മർത്തോമാ മാത്യൂസ് ദ്വിതീയൻ കത്തോലിക്ക ബാവയുടെ ഇഹലോകവാസം അവസാനിച്ചു. പൂർണ്ണ അംശവസ്ത്രധാരിയായി ദേവലോകം അരമന ചാപ്പലിൽ പരിശുദ്ധ പിതാവിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. പാരമ്പര്യപ്രകാരം അന്നു രാത്രി തന്നെ ആ പൂജ്യ അവശിഷ്ടം മലങ്കര മെത്രാപ്പൊലീത്തയുടെ ആസ്ഥാനമായ പഴയ സെമിനാരിയിലേക്ക് മാറ്റി. ജനുവരി 27 പൗരസ്ത്യ കാതോലിക്കയുടെ ആസ്ഥാന ദേവാലയമായ മാർ ഏലിയ കത്തീഡ്രലിൽ ഔദ്യോഗിക വിടവാങ്ങലിനായി പരിശുദ്ധ പിതാവിന്റെ ഭൗതിക ശരീരം വെച്ചു. കാതോലിക്ക എന്ന നിലയിൽ തന്റെ ആസ്ഥാന നഗരമായിരുന്ന കോട്ടയം പട്ടണത്തോട് വിടവാങ്ങിയ നഗരി കാണിക്കൽ 11 മണിക്ക് മാർ ഏലിയ കത്തീഡ്രലിൽ എത്തിച്ചേർന്നു.
പതിനായിരക്കണക്കിന് ജനങ്ങളെയും ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട സാംസ്കാരിക മത നേതാക്കളെയും സാക്ഷി നിർത്തി താൻ ശുശ്രൂഷിച്ച വിശുദ്ധ ബലിപീഠത്തോടും മദ്ബഹയോടും പള്ളിയോടും സഭയോടും തൻ്റെ സഹോദര മേൽപ്പട്ടക്കാരോടും പട്ടക്കാരോടും തൻ്റെ ആത്മീയ മക്കളോടും വിടവാങ്ങി. കണ്ണുനീരോടെ ജനം തങ്ങളുടെ മഹാപുരോഹിതന് യാത്രാമൊഴി ചൊല്ലി. താൻ ശുശ്രൂഷിച്ച വിശുദ്ധ മദ്ബഹാകളോടും താൻ സേവിച്ച സഭയോടും താൻ വസിച്ച നഗരത്തോടും യാത്ര ചോദിച്ച് പരിശുദ്ധ പിതാവ് തൻ്റെ അന്ത്യവിശ്രമസ്ഥലമായി മുൻകൂട്ടി തിരഞ്ഞെടുത്ത ശാസ്താംകോട്ട ഈപ്പൻകുന്നിലെ മൗണ്ട് ഹോറേബ് ആശ്രമത്തിലേക്ക് യാത്രയായി. തുടർന്ന് 2:45 പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ പരിശുദ്ധ പിതാവിൻ്റെ ഭൗതിക ശരീരം ശാസ്താംകോട്ടയിലേക്ക് യാത്രയായി. തൻ്റെ അന്ത്യയാത്ര നടത്തിയ പരിശുദ്ധ പിതാവിനെ മലങ്കര സഭയുടെ പരമ്പരാഗത ആചാരപ്രകാരം നസ്രാണി സമൂഹം സ്വീകരിച്ചു. ചിങ്ങവനവും ചങ്ങനാശ്ശേരിയും തിരുവല്ലയും ചെങ്ങന്നൂരും പന്തളവും അടൂരും കൊട്ടാരക്കരയും കുണ്ടറയും കടന്ന് ശാസ്താംകോട്ടയിലെ ഈപ്പൻകുന്നിലെത്തുമ്പോൾ പുലർച്ചെ 4 മണി കഴിഞ്ഞിരുന്നു. മോറാൻമാർ ബെസേലിയോസ് മർത്തോമ ദിദിമോസ് പ്രഥമന്റെ പ്രധാന കാർമ്മികത്വത്തിൽ ശുശ്രൂഷകൾ പുരോഗമിക്കുമ്പോഴും ജനസഹസ്രങ്ങളുടെയും വിശിഷ്ട അതിഥികളുടെയും അണമുറിയാത്ത പ്രവാഹമായിരുന്നു. തുടർന്ന് പരിശുദ്ധ പിതാവ് ഈ ലോകത്തോട് അന്തിമമായി യാത്രാമൊഴി ചൊല്ലി. കണ്ണീരോടെ ജനം മറുമൊഴിയും ചൊല്ലി പിതാവിനെ യാത്രയാക്കി. സമാധാനത്തോടെ വസിക്കുക. തുടർന്ന് തൻ്റെ സ്ഥാനചിഹ്നങ്ങൾക്ക് മരം കൊണ്ടുള്ളവ പകരം വെച്ചു.
മാർ ദിദിമോസ് പ്രഥമൻ ബാവ ശോശപ്പ കൊണ്ട് മുഖം മൂടി തൈലമൊഴിച്ചു. തൻ്റെ ആഗ്രഹം പോലെ തെക്കൻ ദേശത്ത് സഭയ്ക്ക് ഒരു മുകുളമായി വളരാൻ ഒരു ശാശ്വത സ്മാരകം അവശേഷിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് യാത്രയായി. പിന്നീട് കബറിലിറക്കി കുന്തിരിക്കം കൊണ്ട് മൂടി. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച എൻ്റെ മുഖം ഇനി കാണുകയില്ല എന്ന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ വചനം നിവൃത്തിയായി.